നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മഞ്ഞപ്പിത്തത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ സീനിയർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ അയ്യപ്പനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം മഴക്കാലമാണ്. ഇപ്പോൾ തോടും പുഴയും കിണറും ഒക്കെ യഥാർത്ഥത്തിൽ ഒരേ വെള്ളം കാണപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. കേരളമായി കഴിഞ്ഞാൽ, ഈ മഴക്കാലമായി കഴിഞ്ഞാൽ എപ്പോഴും ഇതാണ്. കിണറിലെ വെള്ളം പോകുന്നു, തോടിലെ വെള്ളം കുറേയൊക്കെ കിണറിൽ പോകുന്നു. പലപ്പോഴും മലിനമായ വെള്ളം കുടിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇത് കേരളത്തിലുള്ള മഴക്കാലത്ത് എപ്പോഴും സാധാരണമായിട്ടുള്ളതാണ്. പക്ഷേ ഈ മഞ്ഞപ്പിത്തം ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പടർന്ന് പിടിക്കുന്ന ഒരു അസുഖം തന്നെയാണ്. അത്രയേറെ അല്ലെങ്കിൽ പ്രശ്നകരമായിട്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രശ്നങ്ങൾ നിലവിലുണ്ടോ? തീർച്ചയായും ഏറ്റവും കൂടുതലായി കേരളത്തിൽ കാണപ്പെട്ട് വരുന്ന മഞ്ഞപ്പിത്തം എന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് സാധാരണഗതിയിൽ വെള്ളത്തിൽ കൂടിയാണ് പകരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി വന്ന ഔട്ട് ബ്രേക്സ്, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരേ ഏരിയയിൽ വന്ന എപ്പിഡമിക്സിനെ പറ്റി ഉള്ള പഠനങ്ങൾ കാണിക്കുന്നത്, അതായത് കോട്ടയത്തും കൊല്ലത്തും നടന്ന 2 പഠനങ്ങൾ കാണിക്കുന്നത്, ഇത് 2 കാര്യത്തിലും ഈ വാട്ടർ സോഴ്സ്, അതായത് കുടിവെള്ളത്തിൻ്റെ ആ ഒരു കണ്ടാമിനേഷൻ, കുടിവെള്ളത്തിൽ ഈ വൈറസിൻ്റെ അളവ് അനുവദനീയമായി വളരെ കൂടുതൽ അളവിൽ കണ്ടതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പോൾ ഓരോ കാര്യത്തിലും ഇത് സംഭവിക്കുന്നത് സ്യൂവേജ്, അതായത് മല ഡ്രെയിനേജ് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് മിക്സ് ആവുന്ന ആ ഒരു അവസ്ഥ അത് കൂടുതലായി കാണപ്പെടുന്ന മഴക്കാലത്താണ്. ഈ പലപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതലായി മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത് ഈ മഴക്കാലത്താണ്. ആ സമയത്താണ് കൂടുതലായി സ്യൂവേജും ഡ്രിങ്കിങ് വാട്ടറും തമ്മിൽ മിക്സ് ആവാനുള്ള സാധ്യത. നമുക്കറിയാം, കേരളത്തിലുള്ള ഈ കിണർ ഉപയോഗിക്കുന്ന ബഹുഭൂരിപക്ഷം വീടുകളിലും കിണറിൽ നിന്നൊരു 10 അടി മാറി അല്ലെങ്കിൽ 15 അടി മാറിയായിരിക്കും ഒരുപക്ഷെ കക്കൂസിൻ്റെ കുഴിയും ഉണ്ടാകുക. അപ്പോൾ മഴക്കാലം വരുമ്പോൾ ഈ കിണറിൽ വെള്ളം വരുന്നത് പോലെ തന്നെ കക്കൂസിൻ്റെ ഡ്രെയിനേജ് വാട്ടറും ഒരുപക്ഷെ പൊങ്ങും. എന്നാൽ ഈ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് പ്രോപ്പറായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ മിക്സ് ചെയ്യില്ല. ഇതിലൊരു ലീക്ക്, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ലീക്ക്, എന്തെങ്കിലും കണ്ടാമിനേഷൻ, പബ്ലിക് ടോയ്ലറ്റിൽ നിന്നുള്ള കണ്ടാമിനേഷൻ, ഏതെങ്കിലും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ശരിക്കും വർക്കാവുന്നില്ല, അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. എന്നാൽ തിളപ്പിച്ച വെള്ളം തിളപ്പിക്കുന്നതോടെ ഈ വൈറസ് പൂർണ്ണമായും ഇല്ലാതാവുന്നതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കഴിച്ചാൽ ഒരിക്കലും ഈ അസുഖം ഉണ്ടാകാൻ സാധിക്കും. കേരളത്തിൽ ഇപ്പോൾ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട്. മഴ വന്ന് നമുക്കറിയാം, വലിയൊരു മഴക്കാലം പോലും അല്ല നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ തന്നെയും കേരളത്തിലുള്ള മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ റിപ്പോർട്ടിങ്സ് കൂടുതലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തീർച്ചയായും അത് ഇപ്പോൾ അത് കൂടുതലായി കാണപ്പെടുന്ന ഒരു സമയമാണ്. സാധാരണഗതിയിൽ ഈ ഒരു സമയത്താണ് കൂടുതലായി മഞ്ഞപ്പിത്തം കാണപ്പെടുന്നത്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അനുസരിച്ചാണ് ഇതിൻ്റെ അവസ്ഥ കൂടുതലായി കാണും. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊരു ഇൻഫെക്ഷൻ ഡിസീസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഡിസീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഏതൊരു പനിയെ പോലെ തന്നെ പനിയും ശരീരമാസകനം, വേദനയും, ടെമ്പറേച്ചർ റൈസും, അതോടൊപ്പം തന്നെ മൂത്രത്തിൽ മഞ്ഞ നിറവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ ഫോർമാറ്റ് ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണോ ഈ മഞ്ഞപ്പിത്തത്തിനും കാണിക്കുക? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്, നമ്മൾ കണ്ണിൽ മഞ്ഞ കാണുമ്പോഴാണ് അതിന് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയിലും മഞ്ഞയായി തന്നെ വരണമെന്നില്ല. സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ പനി, ജലദോഷം, ചുമ, ഛർദി അങ്ങനെ തുടങ്ങി ഒരാഴ്ചക്കകം കണ്ണിലും മൂത്രത്തിലും മഞ്ഞ കാണപ്പെടുകയും പിന്നീട് 1-2 ആഴ്ച അത് നിൽക്കുകയും അതിനുശേഷം പൂർണ്ണമായി രോഗി സുഖപ്പെടുന്നതുമായ ഒരു രോഗ പ്രക്രിയയാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ. എന്നാൽ ചിലരിൽ ഈ മഞ്ഞ കാണാതെ ഇരിക്കാം. എന്നാൽ പ്രായമായവരിൽ, അതായത് ഒരു 5 വയസ്സിന് മേളിലുള്ള ആളുകളിൽ ഒരു 70% ആളുകൾക്കും ഇത് വന്നു കഴിഞ്ഞാൽ കണ്ണിൽ മഞ്ഞ കാണപ്പെടും. എന്നാൽ 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണെങ്കിൽ ഒരു 30% മാത്രമേ മഞ്ഞ കാണുകയുള്ളൂ. ചെറിയൊരു പനി പോലെ വന്ന് അങ്ങ് പൂർണ്ണമായി മാറുന്ന അവസ്ഥയാണ് കുട്ടികളിൽ കാണുന്നത്. ചില ആൾക്കാർക്കെങ്കിലും ഇത് സബ് ക്ലിനിക്കലായിട്ട് വരികയോ അല്ലെങ്കിൽ സാധാരണ വേറെ ചികിത്സകളൊന്നും ഇല്ലാതെ തന്നെ മഞ്ഞപ്പിത്തം ശരിയായി പോവുകയും ചെയ്യുമോ? ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഈ രോഗം വേറെ ചികിത്സകളൊന്നും ഇല്ലാതെ തന്നെ പൂർണ്ണമായി സുഖപ്പെട്ടു പോകും. 20% ആളുകൾക്ക് മാത്രമേ ഈ രോഗത്തിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുന്നത് കാരണം ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആകേണ്ടി വരും. കാരണം ഭയങ്കരമായ ഛർദിൽ, ക്ഷീണം, ചൊറിച്ചിൽ, അങ്ങനെ ഈ രോഗത്തിൻ്റെ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കൂടുതലായി വരുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. ബാക്കി ഒരു മെജോറിറ്റി ആളുകൾക്കും ഈ രോഗം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി
മാറുകയും ചെയ്യും. എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം? പലപ്പോഴും ഈ വരുന്ന ചുമ സാധാരണ കിടന്ന ഒരു വൈറൽ ഫീവറും മഞ്ഞപ്പിത്തവുമായിട്ടൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? തീർച്ചയായും ഈ രോഗം സാധാരണഗതിയിൽ രോഗി ഒരു മഞ്ഞ ലക്ഷണവുമായി തന്നെ ആയിരിക്കും വരുന്നത്. ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ലിവർ എൻസൈംസ് വളരെ കൂടുതലായി കാണപ്പെടുന്നത് 1000-1500 ആ ഒരു ലെവലിൽ കൂടുതലായി കാണുമ്പോൾ അതൊരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. എന്നാൽ ഇപ്പോൾ പല തരം പനികളുണ്ട്. അതായത് ചെള്ളുപനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഈ രോഗത്തിനെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. കാരണം ചികിത്സയിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഹെപ്പറ്റൈറ്റിസ് എ സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് വന്നാൽ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും? സാർ പറഞ്ഞു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ ലിവറിൻ്റെ വീക്കം കണ്ടെത്താനായിട്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ടോ? അതെ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നീട് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, IgM ആൻറ്റി-HIV. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് 100% ഇത് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണെന്ന് 100% ഉറപ്പിക്കാം. പിന്നെ രോഗിക്ക് അമിതമായ ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനും കൂടി ചെയ്ത് നോക്കേണ്ടതാണ്, മറ്റ് രോഗാവസ്ഥകളൊന്നുമില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി. ചികിത്സ എത്രത്തോളം ലളിതമാണ്? ഹെപ്പറ്റൈറ്റിസ് എ എപ്പോഴും സാർ നേരത്തെ പറഞ്ഞ 80% ആൾക്കാർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അല്ലെങ്കിൽ OP ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇത് ആർക്കൊക്കെയാണ് ഇത് പ്രശ്നകരമാകുന്നത്? ചികിത്സ ലളിതമായിട്ട് തന്നെ നടത്താൻ സാധിക്കുമോ? ഒരു 80% ആളുകൾക്കും വളരെ സിമ്പിളായി രോഗം വന്ന് ഏകദേശം 1-2 ആഴ്ച കൊണ്ട് പൂർണ്ണമായും മാറും. എന്നാൽ കുറച്ച് ശതമാനം ആളുകൾക്ക്, അതായത് 1% താഴെ ആളുകൾക്ക് രോഗം മാരകമായി മാറുകയും ലിവർ ഫെയിലിയർ, അതായത് ലിവറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായി കാണപ്പെടാറാണ്. കൂടുതലും ഇത് 65 വയസ്സ് മുകളിലുള്ളവർക്കാണ്. എന്നാൽ പ്രായം കുറഞ്ഞവരിലും ഇത് കാണാറുണ്ട്, വളരെ അപൂർവമായിട്ട്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് അതിന് പ്രത്യേകമായ, അതായത് അബോധാവസ്ഥയിലേക്ക് പോവുക, രക്തം കട്ടിപ്പിടിക്കുന്ന PTINR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, അത് കൊയാഗുലോപ്പതി എന്ന് പറയും. അപ്പോൾ അത് കൂടുതലായി വരിക. അങ്ങനെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ കരൾ മാറ്റി വെക്കേണ്ട അവസ്ഥ വരെ വരാം. അത് പക്ഷേ 1% താഴെ ആളുകൾക്ക് മാത്രമേ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. ഈ ഇൻഫെക്റ്റഡ് ഡിസീസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് കുട്ടികളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ടോ? കുട്ടികളിൽ ഹെപ്പറ്റൈറ്റിസ് എ ഏറ്റവും കൂടുതലായി കാണും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 2 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% ആളുകൾക്ക് മാത്രമേ ഇത് മഞ്ഞയായി മാറാറുള്ളൂ. അപ്പോൾ ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഇത് ഹെപ്പറ്റൈറ്റിസ് ആണ് എന്ന് പോലും തിരിച്ചറിയപ്പെടാതെ പോവുകയും എന്നാൽ അവർക്ക് ആജീവനാന്തം ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് പലയിടത്തും ഒരേ വീട്ടിലുള്ള പലർക്കും അത് വരാതിരിക്കുകയും മറ്റുള്ളവർക്ക് വരികയും ചെയ്യുന്നത്. ഒരു 2 മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മഞ്ഞപ്പിത്തം ആണെന്നുള്ളത് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും. എന്തൊക്കെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിരിക്കും ഈ ഹെപ്പറ്റൈറ്റിസ് എയുമായി ബന്ധപ്പെട്ട് നടത്തുക? ഹെപ്പറ്റൈറ്റിസ് എയുമായി ക്ലോസ്ലി നേരത്തെ പറഞ്ഞ പോലെ ചെള്ളുപനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളുമായിട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിന്നീടുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി, അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി, ഇതേ രോഗലക്ഷണങ്ങളായിട്ടും വരാം. അപ്പോൾ അത് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്, കാരണം ചികിത്സയിൽ മാറ്റമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ വരാം. ഇത് 3ഉമാണ് നമ്മൾ കൂടുതലായും കാണുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ രോഗങ്ങളുമായി ഹെപ്പറ്റൈറ്റിസ് എയെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്, കാരണം അതിൻ്റെ ചികിത്സാ രീതിയിലും അതിൻ്റെ അപ്രോച്ചിലും വ്യത്യാസം. ഈ മഞ്ഞപ്പിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മിഥ്യാധാരണ എന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. പലതരത്തിലുള്ള ഒറ്റമൂലികളുടെ പ്രയോഗം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പക്ഷേ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിലായിരിക്കും. അതുപോലെ തന്നെ ആഹാര രീതികളിൽ വരുന്ന മാറ്റങ്ങൾ, ചില പഥ്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ, ചില ഉപ്പ് കൂട്ടരുത് അല്ലെങ്കിൽ പുളി കൂട്ടരുത്, ചില പ്രത്യേക ആഹാരങ്ങൾ, നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻ യഥാർത്ഥത്തിൽ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ? ശാസ്ത്രീയമായി ഒരു രീതിയിലും ഏതെങ്കിലും ടൈപ്പ് ഭക്ഷണം ഈ രോഗത്തിന് പ്രയോജനകരമോ ഹാനികരമോ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ഭക്ഷണ രീതിയും രോഗത്തിനെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നതായി കാണപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ രോഗിക്ക് അമിതമായ ഛർദിൽ അങ്ങനെയുള്ളപ്പോൾ എണ്ണമയമുള്ള ഭക്ഷണം കുറയ്ക്കാൻ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും ശാസ്ത്രീയമായ അടിത്തറയില്ല. പ്രത്യേകിച്ച് ഒരു ഡയറ്റും ഒരു ആഹാര രീതിയും ഇതിനെ രോഗത്തിൽ അഗ്രിവേറ്റ് ചെയ്യുന്നതായിട്ടോ സഹായിക്കുന്നതായിട്ടോ തെളിയിക്കപ്പെട്ടിട്ടില്ല. സാർ, മഞ്ഞപ്പിത്തവുമായി അനുബന്ധിച്ച് മറ്റേതെങ്കിലും, അതായത് ലിവർ അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്തെ ഈ മഞ്ഞപ്പിത്തം ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? വളരെ അപൂർവമായിട്ട് എക്സ്ട്രാ ഹെപ്പാറ്റിക് മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്ന, അതായത് കരളിൽ അല്ലാതെ മറ്റ്
അവയവങ്ങളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് നെഞ്ചിൽ നീർക്കെട്ട്, അതായത് പ്ലൂറൽ എഫ്യൂഷൻ വരാം, വയറിൽ നീർക്കെട്ട് വരാം, പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂൺ മാനിഫെസ്റ്റേഷൻ, അതായത് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ആയിട്ട് വരാം, പിന്നെ മാനിഫെസ്റ്റേഷൻസ്, കൈകാലുകളുടെ തളർച്ച, ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, കണ്ണിൻ്റെ കാഴ്ചയുടെ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, അങ്ങനെ അതൊക്കെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്നതാണെങ്കിൽ പോലും അങ്ങനെയുള്ള അനുബന്ധമായ എക്സ്ട്രാപാറ്റിക് മാനിഫെസ്റ്റേഷനും ഈ രോഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ നമുക്കറിയാം ഒരു പ്രമേഹ രോഗികളും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൃദയ രോഗമുള്ളവരൊക്കെ ഒരു വലിയ സമൂഹം നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ കഴിക്കുന്ന മെഡിസിൻ, ഈവൻ കാർഡിയാക് മെഡിസിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോളിനുള്ള മരുന്നായിക്കോട്ടെ, ഡയബറ്റിക്സിനുള്ള പ്രമേഹത്തിനുള്ള മരുന്നായിക്കോട്ടെ, ഇവർക്ക് ഈ മരുന്നിനോടൊപ്പം തന്നെ ഇത്തരം മരുന്നുകളും യഥാർത്ഥത്തിൽ ലിവർ ഫംഗ്ഷൻ ആൾട്ടേർഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളും കഴിക്കാമോ സേഫായിട്ട് തന്നെ? കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ഈ ലിവറിൻ്റെ എൻസൈംസ് കൂട്ടുന്നതായി കാണപ്പെടാറുണ്ട്. ആറ്റോവാസ്റ്റാറ്റിൻ തുടങ്ങിയ മരുന്നുകൾ ലിവറിൻ്റെ എൻസൈം കൂട്ടുന്നതായി കാണപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ലോവറിങ് മെഡിസിൻസ് കുറയ്ക്കണം. പിന്നെ എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നതെന്ന് ഒരു ഡോക്ടറെ കാണിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് ഒരു ഹെപ്പറ്റൈറ്റിസ് രോഗം വരികയാണെങ്കിൽ മരുന്നുകളുടെ ലിസ്റ്റുമായി ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാർ, നമ്മൾ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, അപ്പോൾ ഇത്തരം ആൾക്കാർക്ക് ഇപ്പോൾ അമ്മയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് മുലയൂട്ടാമോ? അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് എ ഗർഭിണികളിൽ വന്നാൽ, അതായത് അവസാന 3 മാസത്തിൽ വന്നാൽ, കൂടുതലായി പ്രീ ടൈം ലേബർ, കാലാവധി എത്തുന്നതിന് മുൻപുള്ള പ്രസവം, ബ്ലീഡിങ്, പ്രീമച്വർ ലേബർ, ഇത് കൂടുതലായി കാണപ്പെടാറുണ്ട്. എന്നാൽ ചികിത്സയിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. സാധാരണ പോലെ ഡയറ്റും റെസ്റ്റും മാത്രമേ ചികിത്സയായി ആവശ്യമുള്ളൂ. എന്നാൽ ഈ പ്രസവ സംബന്ധമായ, അതായത് കാലാവധി എത്തുന്നതിന് മുമ്പുള്ള പ്രസവം, പ്രീമച്വർ ഡെലിവറി, വജൈനൽ ബ്ലീഡിങ് കൂടുതലായി, പ്ലാസെന്റൽ അബ്രപ്ഷൻ, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായി കാണപ്പെടാറുണ്ട്. നമ്മളെ വീട്ടിൽ ഒരാൾ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉള്ള ഒരാൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ നമ്മൾ പ്രത്യേകം പരിചരിക്കേണ്ട ഏതെങ്കിലും രീതിയിലുള്ള അവസ്ഥയുണ്ടോ? അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം, പാത്രം ഷെയർ ചെയ്യുന്നതിലോ ഏതെങ്കിലും രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഏറ്റവും പ്രധാനമായ പ്രിവെൻറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കൈ കഴുകുക എന്നുള്ളത് തന്നെയാണ്. കൈ നല്ലതായി, അതായത് ഈ മലത്തിൽ കൂടെയാണ് ഈ രോഗാണു മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത. അതായത് അപ്പോൾ നല്ല പ്രോപ്പർ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, നന്നായിട്ട് കൈ കഴുകുക, പിന്നെ വെള്ളം തിളപ്പിച്ച ആറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. രോഗിയെ പ്രത്യേകമായി ഐസൊലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അടുത്തിടപഴകുന്നതിലൂടെയും രോഗം പകരില്ല. പകരുന്നത് കുടിവെള്ളത്തിലൂടെയാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണസാധനങ്ങൾ പ്രോപ്പർലി കുക്ക്ഡ് ആണെങ്കിൽ, വെള്ളം നല്ലവണ്ണം തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്, കൈ നല്ലവണ്ണം കഴുകുന്നുണ്ട്, ഇതൊക്കെ മാത്രമേ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്നുള്ള നിലയിൽ ആവശ്യമുള്ളൂ. ഈ വെള്ളം തിളപ്പിക്കുന്ന പറയുമ്പോൾ എപ്പോഴും ഈ ചൂടുവെള്ളം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്, ഇപ്പോൾ ചൂടുവെള്ളവും തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തിളപ്പിച്ച വെള്ളം എത്ര നേരം തിളപ്പിക്കണം ഈ രോഗാണു നശിക്കാനായിട്ട്? സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള മറ്റു വൈറസ് രോഗങ്ങൾ നമ്മൾ ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ നശിക്കണമെങ്കിൽ വെള്ളം എത്ര നേരം തിളയ്ക്കണം? ഒരു 10 to 15 മിനിറ്റ്സ് നല്ലതായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ഈ വൈറസ് പൂർണ്ണമായി ഇനാക്ടിവേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തിളപ്പിച്ച ആറ്റിയ വെള്ളം, അതായത് ഇപ്പം പച്ചവെള്ളം പകുതി എടുത്ത് ബാക്കി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രയോജനം കിട്ടുകയില്ല. വെള്ളം പൂർണ്ണമായി തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കണം. തീർച്ചയായിട്ടും ഒരിക്കലും ഹെപ്പറ്റൈറ്റിസ് എ വന്നവർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. സാർ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5 വയസ്സ് കുട്ടിക്കാലത്ത് വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ അവർക്കൊരു ഇമ്മ്യൂൺ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഹെപ്പറ്റൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗം വന്നാൽ ജീവിതകാലം മുഴുവൻ അതിനെതിരെയായിട്ടുള്ള ആൻറ്റിബോഡി ശരീരത്തിൽ ഉണ്ടാകുകയും ഈ രോഗം വീണ്ടും വരാതിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ വളരെ അപൂർവമായി മാത്രം റിലാപ്സിങ് ഹെപ്പറ്റൈറ്റിസ് എന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. അതായത് ഒരു രോഗി ഹെപ്പറ്റൈറ്റിസ് എ രോഗം വന്ന് പൂർണ്ണമായി അതിൽ നിന്ന് മുക്തനായി അതിനുശേഷം വീണ്ടും മഞ്ഞയൊന്ന് കൂടി അസുഖം വീണ്ടും മൂർച്ഛിക്കുന്നതായിട്ട് വരും. അത് വളരെ അപൂർവമായി കാണപ്പെടുന്ന ഇതാണ്. എന്നാൽ അതിൻ്റെയും ചികിത്സയിൽ വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ഒരു 2-3 ആഴ്ച കൊണ്ട് പൂർണ്ണമായി രോഗി സുഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതിന് റിലാപ്സിങ് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ പൂർണ്ണമായി ഇപ്പോഴും വ്യക്തമല്ല. രോഗി പൂർണ്ണമായും രോഗാവസ്ഥയിൽ മുക്തനായതിനു ശേഷം വീണ്ടും ഒരു എപ്പിസോഡ് കൂടി അതിനോട് അനുബന്ധിച്ച് തന്നെ, അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്.
പിന്നീട് ഈ രോഗം ചിലപ്പോൾ വളരെ അപൂർവമായി ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഒരു രോഗത്തിൻ്റെ തുടക്കമായും വരാം. ഈ ഹെപ്പറ്റൈറ്റിസ് എ രോഗം വരുമ്പോൾ അത് മാറാതെ കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ രോഗിക്ക് ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന ഒരു അപൂർവ രോഗം ത്തിൻ്റെ ഒരു ഇനീഷ്യേഷനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ മാറാറുണ്ട്. ഇതൊക്കെ വളരെ അപൂർവമായി മാത്രം കാണുന്നതാണ്. എന്നാൽ സാധാരണഗതിയിൽ ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ ജീവിതകാലം മുഴുവൻ അതിനുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. സർ, മദ്യപാനികൾ ഒരുപാട് നാളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ അമിതമായിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചില CLDയുടെ തുടക്കമുള്ളവർക്ക്, ലിവർ സിറോസിസിൻ്റെ തുടക്കമുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യുകയും ചികിത്സ വേണ്ടി വരുന്ന ആൾക്കാരാണ്. തീർച്ചയായും ഈ ഒരു അണ്ടർലൈങ് ലിവർ ഡിസീസ്, അതായത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ലിവർ അസുഖമുള്ള ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ അത് മാരകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗികളിൽ പലപ്പോഴും ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ പ്രിവെൻറ്റീവായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഈ അണ്ടർലൈങ് ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് മാരകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകളെ വളരെ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ്. അതിൻ്റെ പ്രിവെൻറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? വീട്ടിലിപ്പോൾ സാർ പറഞ്ഞു, കൈ കഴുകുന്ന കാര്യം പറഞ്ഞു, വെള്ളം ബോയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡ് ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇതല്ലാതെ ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള പ്രിവെൻഷൻ നമുക്ക് പോസിബിൾ ആണോ? സാർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതെ, വാക്സിനേഷൻ വളരെ ഫലപ്രദമായ വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പലപ്പോഴും നോക്കുന്നത് ഒരു 60% ആളുകൾക്കും ഈ ഹെപ്പറ്റൈറ്റിസ് എ കുട്ടിക്കാലത്ത് തന്നെ വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. എന്നാലും ബാക്കി ഒരു 40% ആളുകൾക്ക് ഇതിൻ്റെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പോൾ അതിനുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഒരുമിച്ചുള്ള വാക്സിൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ ഫലപ്രദമായ വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ലഭ്യമാണ്. സാർ, ഈ മഞ്ഞപ്പിത്തത്തിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും മഞ്ഞപ്പിത്തം ശരീരമാസകലം ചൊറിച്ചിലും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ സമൂഹമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന പാടുകളും ചൊറിച്ചിലും തന്നെയാണോ? അതെ, വളരെ അപൂർവമായിട്ട് ഈ അക്യൂട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് കൊളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായി കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗിക്ക് ഈ മഞ്ഞ കുറയാതിരിക്കുകയും എൻസൈംസിൻ്റെ അളവ് കുറയും, ബിലിറൂബിൻ്റെ അളവ് വളരെ കൂടുതലായി തന്നെ നിൽക്കുകയും അതിഭയങ്കരമായ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല, അതായത് പിത്തസഞ്ചിയിൽ ബ്ലോക്ക് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും, എന്നാൽ ഈ കൊളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസിന് ഫലപ്രദമായ പല ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊരു മാരകമായ പ്രശ്നം അല്ലെങ്കിൽ പോലും രോഗിയുടെ സഫറിങ് വളരെ കൂടുതലാണ്. അതിഭയങ്കരമായ ചൊറിച്ചിൽ കാരണം ഉറങ്ങാൻ പറ്റാതെ വരികയും ഭയങ്കരമായ ബുദ്ധിമുട്ട് വരികയും ചെയ്യും. എന്നാൽ അതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഇപ്പോൾ. ഇത് വളരെ അപൂർവമായി കാണപ്പെടുന്നതാണെങ്കിലും ഇത് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് മാറാതെ ഒരു 1-2 മാസം വരെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതായി കാണപ്പെടാറുണ്ട്. എന്നാൽ ചികിത്സ സമയത്ത് തന്നെ ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണമായി സുഖപ്പെട്ടു. പനിയോടൊപ്പം വരുന്ന മൂത്രത്തിലെ മഞ്ഞ അല്ലെങ്കിൽ കണ്ണിന് കാണുന്ന മഞ്ഞ എല്ലാം തന്നെ ഈ മഞ്ഞപ്പിത്തമാണോ? മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസുഖം ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്തമായിട്ട് നമ്മൾ മിസ്ഡയഗ്നോസ് അല്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്? അതെ, മറ്റ് മഞ്ഞപ്പിത്തങ്ങളൊക്കെ തന്നെയും ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ വരാം. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പിത്തസഞ്ചിയിലെ കല്ലുകൾ വന്ന് ബ്ലോക്ക് ആകുമ്പോൾ മഞ്ഞ വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പനി ഉണ്ടാവും. അത് ഹെപ്പറ്റൈറ്റിസ് എ ആയി മിസ്ഡയഗ്നോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, മദ്യം കഴിക്കുന്ന ആളിൽ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പല ടൈപ്പ് ചെള്ളുപനി, എലിപ്പനി, ഇതിലൊക്കെ തന്നെ മഞ്ഞ കാണപ്പെടാം. അതുകൊണ്ട് എല്ലാ മഞ്ഞയും അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ അല്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഒരു ക്ലിനിക്കൽ അസസ്മെൻറ്റും നടത്തി എന്ത് ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ആണെന്നുള്ളത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നത് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും സാറിന് തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.